ഈ വേദിയിൽ എനിക്ക് സന്നിഹിതനാകാൻ കഴിഞ്ഞതിൽ അങ്ങേറ്റം സന്തോഷം, അഭിമാനമുണ്ട്. കാരണം ഇതൊരു ചരിത്ര നിമിഷമാണ്. 50 വർഷം തികയുന്നു എന്നുള്ളത്. പല പല സന്തോഷങ്ങളുണ്ട്. ഒന്ന്, ഞാൻ വായിച്ച് ആരാധിക്കുന്ന NS മാധവൻ സാർ, അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിക്കുന്നു എന്നുള്ളത്. വേറൊരു സന്തോഷം, എൻ്റെ മക്കൾ രണ്ടുപേരും, മോനും മോളും, അവർ CMI ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നാണ് പഠിച്ച് പാസ്സായത് എന്നുള്ളതാണ്. ആദ്യം ഞാൻ നിങ്ങൾക്കായിട്ട് എൻ്റെ പെട്ടെന്ന് പാടാൻ സാധിക്കുന്ന കുറച്ച് പാട്ടുകളുടെ 4 വരി ചേർത്ത് ഒരു ഗാനമാല, ഒരു മെഡ്ലി പാടട്ടെ. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഓമലേ ജീവനിൽ അമൃതേകായി വീണ്ടും എന്നിലേതോ ഓർമ്മകളായി നിലാവിൻ മുത്തേ നീ വന്നു. താമരനൂലിനാൽ മെല്ലെ എന്നീനിൽ തൊട്ടു വിളിക്കൂ, താഴിട്ട് പൂട്ടുമെന്നെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കൂ, എൻ്റെ മാറോടു ചേർന്നൊരു പാട്ടുമുളു മണിവിരലിനാൽ താളമിടൂ, മെല്ലെ മെല്ലെ എന്നെ നീ ഉറക്കൂ, താമരനൂലിനാൽ മെല്ലെയൻ മേനിയിൽ തൊട്ടു വിളിക്കൂ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുനാഥന്റെ മുമ്പിൽ, പാടുവതും രാഗം നീ തേടുവതും രാഗമ ദേവനുമനുരാഗിയാമമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുനാഥന്റെ മുമ്പിൽ, പാടുവതും രാഗം നീ തേടുവതും രാഗമ ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. താങ്ക് യു. ഇവിടെ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്തോണ്ടേയിരിക്കുകയാണ്, പാട്ടുകൾ തീരില്ല കേട്ടോ. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന വരികൾ മഹാകവി G. ശങ്കരക്കുറുപ്പിൻ്റെ ശിവതാണ്ഡവം എന്ന കവിതയിൽ നിന്നുള്ളതാണ്. ഒരു മിഴി ഭൂതകാലം, ഒരു മിഴി ഭവത്കാലം, ഒരു മിഴി ധരോന്മീല ഭവിഷ്യത് കാലം എന്നാണ്. ഞാനിവിടെ നിൽക്കുന്നത് ഭൂതകാലത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ്. ഞാൻ പണ്ട് പഠിച്ച സ്കൂളുകൾ, അവിടുത്തെ അധ്യാപകർ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങൾ, ആദ്യത്തെ വേദികൾ, ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഗൃഹാതുരതയാണ് അതിൻ്റെ ഒരു മൊത്ത വ്യാപാരമാണെന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്, അല്ലേ? നല്ലൊരു കോയിൻ്റെ ഒരു നല്ലൊരു വാക്കാണത്, ഗൃഹാതുരത. നൊസ്റ്റാൽജിയ, നൊസ്റ്റ് അല്ലെങ്കിൽ നെസ്റ്റ്, കൂട്ടിലേക്ക് പോകാനുള്ള ഒരു വേദന, അതാണ് ഗൃഹാതുരത. വേദന കലർന്ന ആഗ്രഹം. പക്ഷേ അതേസമയം നമ്മൾ ആശുപത്രികളെ അല്ലെ വിളിക്കുന്നതും ആതുരാലയം എന്നാണ്. അതും ഒരു വേദന സംഹരിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലേ? അപ്പം ഞാനൊരു
ഗൃഹാതുരതയുടെ നൊസ്റ്റാൾജിയയുടെ ഒരു വ്യാപാരി, ഒരു പ്രതിനിധിയാണ് ഞാനിവിടെ അഭിമുഖീകരിക്കുന്നതോ ഞാൻ ഫേസ് ചെയ്യുന്നത്. ജിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭവത്കാലത്തിൻ്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രസൻറ്റ് ടൈം. നിങ്ങളെല്ലാവരും ഉണ്ട്. ഇത് ഇവിടുത്തെ മാനേജ്മെൻറ്റ്, പുരോഹിത ശ്രേഷ്ഠരുണ്ട്, അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, മാനേജ്മെൻ്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം മഹാകവിജിയുടെ ഈ ഒരു ഭവിഷ്യത് കാലമാണ്. ദറോന്മയിലെ ഭവിഷ്യത് കാലം, വർത്തമാനകാലമായ ഒരു സ്കൂളിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ അടങ്ങുന്ന ഭവിഷ്യത് കാലമത്രേ ഈ പാതി വിരിഞ്ഞ പൂപോലെയുള്ള കുഞ്ഞുങ്ങൾ. അവരെ കൈകാര്യം ചെയ്യുന്നത് ഭവത്കാലമാണ്. അവരുടെ ഗുരുക്കന്മാരും രക്ഷിതാക്കളുമാണ്. അപ്പോൾ എനിക്ക് ഈ പറയാനുള്ളത് മുഴുവൻ ഈ രക്ഷിതാക്കളോടും ഗുരുക്കന്മാരോടുമാണ്. കാരണം ഏറ്റവും അക്കാഡമിക്കലി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആയിക്കൊള്ളണമെന്നില്ല നാളെയുടെ ഭാവി വാഗ്ദാനം. ഇതിനെക്കുറിച്ച് നമ്മുടെ മലയാളത്തിൻ്റെ അതിപ്രശസ്തനായ ചലച്ചിത്രകാരൻ ശ്രീ ജി അരവിന്ദൻ പറഞ്ഞ ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം 9ലോ 10ലോ മറ്റോ പഠിക്കുന്ന സമയം. അപ്പോൾ പൊതുവെ പഠനകാര്യങ്ങളിൽ ഉഴപ്പനാണ്, വലിയ താല്പര്യമില്ല. അദ്ദേഹം പിൻബെഞ്ചിലിരുന്ന് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉഗ്രപ്രതാപിയായ ഗൗരവക്കാരനായ ശ്രീധരൻ നായർ സാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് നടന്നു വന്നു. ഞാൻ ഈ പറയുന്ന കാലഘട്ടം ഒരു 60-70കളിൽ ചൂരൽ എന്ന ആയുധം ഒരാഭരണമായി അധ്യാപകർ കൊണ്ടു നടന്ന കാലഘട്ടമാണ്. അന്ന് ശ്രീധരൻ നായർ സാറ് അടുത്ത് വന്ന് അരവിന്ദ എണിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അരവിന്ദൻ ചേട്ടനെ എണിറ്റു. വളരെ പേടിച്ച് വിയർത്ത് താഴേക്ക് നോക്കി നിന്നു. ശ്രീധരൻ നായർ സാർ കയ്യിലെ പുസ്തകം വാങ്ങി ഉറ്റുനോക്കി. എന്നിട്ട് പറഞ്ഞു, എടാ അരവിന്ദ, നീ ഇനി വരച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ ഭാവിയിൽ വിരിയാൻ പോകുന്ന ഈ പൂവിൻ്റെ ഉള്ളിലെ സൗരഭ്യം, അതിൻ്റെ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിച്ച ഒരു മഹത് ഗുരുവായിരുന്നു ഈ പറഞ്ഞ ശ്രീധരൻ നായർ സാറ്. അപ്പോൾ ആ ഒരു കഴിവാണ് ഏറ്റവും കൂടുതൽ അധ്യാപകർക്ക് അല്ലെങ്കിൽ ഗുരുക്കന്മാർക്ക് വേണ്ടത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ എത്തുന്നത് മുഴുവൻ എൻ്റെ 2ാം ക്ലാസ്സിലെയും 3ാം ക്ലാസ്സിലെയും ക്ലാസ് ടീച്ചർ ആയിരുന്ന പ്രിയപ്പെട്ട റോസ് ടീച്ചർ ഈ കോഴിക്കോടത്തെ പ്രാന്തപ്രദേശങ്ങളിൽ എവിടെയാണ് ടീച്ചർ താമസിക്കുന്നത്. അപ്പോൾ ടീച്ചർ ആദ്യമായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നത് എൻ്റെ ആദ്യത്തെ സ്റ്റേജ് ആണ്. അത് ക്ലാസ് മുറി ആണ്. അവസാനത്തെ 5 നിമിഷം ടീച്ചർ ഇവിടെ നിൽക്കും, ഞാൻ അങ്ങോട്ട് ഫേസ് ചെയ്ത് ബാക്കി വിദ്യാർത്ഥികളെ നോക്കി പാടുക. അപ്പോൾ ആ ഒരു കഴിവ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേകത ആ ഗുരുവിനുണ്ടായിരുന്നു. പറയുമ്പോൾ എൻ്റെ വീട്ടിലെല്ലാം സംഗീത വിദുഷികളായിരുന്നു. അമ്മയുടെ ചേച്ചിമാരാണ് പറൂർ സഹോദരിമാരെന്ന പേരിൽ അന്ന് പാടിയിരുന്നവർ. അമ്മ വിമൻസ് കോളേജിൽ സംഗീത പ്രൊഫസറായിരുന്നു. പക്ഷേ ഈ ലളിതഗാന സിനിമ പാട്ട് പാടുന്ന എൻ്റെ കഴിവ് ആദ്യമായി കണ്ടുപിടിച്ചത് ഈ റോസ് ടീച്ചറാണ്. അതുപോലെ എൻ്റെ മനസ്സിൽ ഇന്നും ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്നത് സാമൂഹിക പാഠവും ഗണിതശാസ്ത്രവും ഇംഗ്ലീഷും ഒന്നുമല്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1 വർഷം സീനിയർ ആയി പഠിച്ചിരുന്ന ഒരല്പം തടിയുള്ള ലാലു എന്ന് വിളിച്ചിരുന്ന അന്നത്തെ മോഹൻലാലും ഞങ്ങളുടെ സൂപ്പർ സീനിയർ 10 പാസ്സായ സുധീർ കുമാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ മണിയമ്പിള്ള രാജുവും ചേർന്ന് അവതരിപ്പിച്ച ഞങ്ങളെ കുടുകുടെ ചിരിപ്പിക്കുന്ന ഈ 2 പേര് മാത്രമുള്ള നാടകങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കടന്നു പോകുന്നു. വളരെ കോംപ്ലക്സായ പാഠങ്ങളെക്കാട്ടിലും ഞാൻ ഓർത്തിരിക്കുന്നത് ഈ കൂട്ടുകാരുടെ ആയിട്ടുള്ള സഹവർത്തിത്വം, ആ ഒരു സമഭാവന,
അവരുമായിട്ടുള്ള സ്നേഹം, ഗുരുക്കളോടുള്ള അവരോടുള്ള ഒരു ആദരവ്, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്. അപ്പോൾ ഈ 3 കാലങ്ങൾ, ഭൂതകാലവും വർത്തമാനകാലവും ഭവിഷ്യത് കാലവും ഭാവി കാലവും ഒത്തുചേരുന്ന ഈ വേദിയിൽ വന്ന് നിൽക്കുവാനും ഒരല്പം പാട്ടുകളൊക്കെ പാടുവാനും സംസാരിക്കുവാനും സാധിച്ചാൽ അങ്ങേറ്റം സന്തോഷമുണ്ട്. വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഞങ്ങൾ അന്ന് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരേ ഒരു ലഹരി, അത് അന്ന് സിനിമയും സംഗീതവും ചിത്രരചനയും നാടകവും മാത്രമായിരുന്നു. ഇന്ന് ഈ ഓരോ സ്കൂളിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കഴുകൻ്റെ കണ്ണുകൾ രാസലഹരിയുടെ, അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. കൊച്ചുകുട്ടികളെ എത്രയും പെട്ടെന്ന് വശമതരാക്കുവാൻ വേണ്ടി എല്ലാ സ്കൂളുകൾക്ക് ചുറ്റും രാസലഹരിയുടെ വ്യാപാരികൾ വളരെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാഗ്രതയുടെ, ശ്രദ്ധയുടെ ഒരു കാലമാണ് ഇത് സ്കൂൾ മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും ഒപ്പം കൂടെയുള്ള കൂട്ടുകാർക്കും വേണ്ടത്. പകരം ഓരോ അധ്യാപകരും ഈ കുട്ടികളുടെ ഉള്ളിൽ നിറയ്ക്കേണ്ട ലഹരി സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ചിത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ ലഹരികളാണ് ഈ കുട്ടികളിൽ മുഴുവൻ നിറയേണ്ടത് എന്ന ഒരു ആശംസ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നിങ്ങൾക്ക് നമസ്കാരം.